ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു 3 ആളുകളാണ് ഇരിക്കുന്നതെങ്കിൽ 2 ആളുകൾ മാത്രമായി രഹസ്യം പറയാൻ പാടില്ല എന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. 3-ാമനെയും കൂട്ടണം, ഇല്ലെങ്കിൽ അവിടെ വെച്ച് പറയരുത് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 3 ആളുകൾ ഉള്ളപ്പോൾ 2 ആളുകൾ മാത്രമായി രഹസ്യ സംഭാഷണം നടത്തരുത്. അത് 3-ാമനെ വേദനിപ്പിക്കും, വിഷമിപ്പിക്കും. ശരിയാണല്ലോ. നമ്മൾ 3 ആളുകൾ ഉണ്ടെങ്കിൽ 2 ആൾ മാത്രം മാറി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ രഹസ്യം പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ മറ്റു ചിന്തകൾ കടന്നു വരും. എന്നെക്കുറിച്ചാണോ പറയുന്നത്, എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുകയാണോ എന്ന ചിന്തകളൊക്കെ വരികയും വിഷമിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പാടില്ല. അങ്ങനെ നിങ്ങൾ 3 ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 3-ാമനെ ഒഴിവാക്കിയിട്ട് 2 ആളുകൾ നിങ്ങൾ പരസ്പരം രഹസ്യ സംഭാഷണം നടത്താൻ പാടില്ല. നിങ്ങൾ ആളുകൾ ഒരുപാടുള്ള സമയത്ത് ആളുകളുമായി കൂടിക്കഴിയുമ്പോൾ നിങ്ങളത് പറയുക. അതല്ലെങ്കിൽ 3-ാമനെയും കൂട്ടുക. 3 ആളുകളുള്ള സമയത്ത് 2 ആളുകൾ മാത്രമായി 3-ാമനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ രഹസ്യം പറഞ്ഞുകൂടാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ശരി. അതാണ് പിശാച് നമ്മുടെ മനസ്സുകളിൽ ദുർബോധനങ്ങൾ നൽകി പരസ്പരം ശത്രുതയും വിദ്വേഷവും സംശയവുമൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതാണ്. 3 ആളുകൾ ഉള്ളപ്പോൾ 2 ആളുകൾ മാത്രമായി സ്വകാര്യം പറയരുത്. 3-ാമനെയും കൂടെ കൂട്ടുക, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ കൂടെ ഉള്ളപ്പോൾ പറയുക, അല്ലെങ്കിൽ മറ്റൊരിക്കൽ പറയുക. അതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.